ഫുൾ പൂക്കികൾ. ഞങ്ങളുടെ പൂക്കി ജഡ്ജസ് ആണ് സൂപ്പർ സ്റ്റാറിലെ. ഓക്കെ, അപ്പൊ നമ്മുടെ കണ്ടസ്റ്റന്റ്സിനെ വെൽക്കം ചെയ്യാം. പിന്നെ ഈസ്റ്റേൺ മാജിക് ബീറ്റ്സ്. ഓക്കെ, UGS ഗോൾഡ് ലോൺ മിസ്റ്റിക് രാഗാസ്. ചിത്രം അതെ. ഓക്കെ, സൂപ്പർ ഓർക്കസ്ട്ര. പൊളിച്ചടുക്കി ഓരോ രക്ഷയില്ല. ജഡ്ജസ്, അപ്പൊ സൂപ്പർ ഓർക്കസ്ട്രയുടെ പെർഫോമൻസ് കഴിഞ്ഞു. ഇനി സൂപ്പർ ജഡ്ജസിന്റെ പെർഫോമൻസ് ആണ്. ഞങ്ങളെല്ലാം കൂടെ പാടും. പുഷ്പമംഗലയാം ഭൂമിക്ക് വേലി പുടവയുമായി വരും വെളുത്തവാവി നിന്റെ മണിമയങ്ങുമി മാലയിൽ തുടങ്ങേ തുടങ്ങേ നീ. പുഷ്പമംഗലയാം ഭൂമിക്ക് വേലി പുടവയുമായി വരും വെളുത്തവാവി എന്റെ മണിമയങ്ങുമി മാലയിൽ തുടങ്ങേ തുടങ്ങേ നീ. പുഷ്പമംഗലയാം ഭൂമിക്ക് വേലി പുടവയുമായി വരും വെളുത്തവാവേ. ബ്യൂട്ടിഫുൾ. താങ്ക് യു ജഡ്ജസ്, സൂപ്പർ. താങ്ക് യു. ഓക്കെ ജഡ്ജസ്, അപ്പൊ കഴിഞ്ഞ എപ്പിസോഡില് സ്വാപ്പ് റൗണ്ടില് മിസ്റ്റിക് രാഗാസിൽ നിന്നാണ് ശിവനന്ദയാണ് പാടിയത്. അപ്പോ ഇന്ന് എപ്പിസോഡില് മാജിക് ബീച്ചിൽ നിന്നാണ് വരാൻ പോകുന്നത്. സോ ലെറ്റ്സ് വെൽക്കം സ്നേഹ.
പദ പമ ഗരി സാരി ഗരി സരി ഗമ പ എന്നിതയം തുടിക്കത് ദിനമും മുരുകും അവൾ നിലവെ പാദ പമ പദനി സരി നീ ഗരി സരി സ ഗരി സ കണ്ണിമയൽ അവൾ ഉരുവം സൊൽ തമിഴിൽ അവൾ അമുദം തനിമയിൽ കൊടുമയിൽ കാതലിൽ അன்றരെ വാട്ടിയതേ സരി ഗരി ഗ പമ ഗരി പിരിവനം സിരതരിൽ സാതലിൽ ഇന്ദ്രനെ വാട്ടുവതേ പദനി സരി ഗരി സനി സ ഗരി സനി സ നി സനി ധനി സനി ദ പനി ദ പമ ദ പമ ഗനി പൗർണമി என்றும் என் நெஞ்சிலே நீ பௌர்ணமி என்றும் என் நெஞ்சிலே ராகம் என்னும் மேகம் உன்னை பாடியாடுதே ராகம் என்னும் மேகம் உன்னை பாடியாடுதே நீ பௌர்ணமி என்றும் என் நெஞ்சிலே நீ പൗർണമി. വെരി നൈസ് മോളെ. ഗുഡ്. ഗുഡ് നൈസ് നൈസ് വെരി ഗുഡ്. സ്നേഹ ഒരു വലിയ പാട്ടല്ലേ ചേച്ചി? ഓക്കെ, ചോദിക്കാം ചേച്ചി. മോളെ സുന്ദരിയായിട്ട് വന്ന് സുന്ദരമായിട്ട് പാടി. താങ്ക് യു. സൂപ്പർ സെലക്ഷൻ. ഉഗ്രനായിട്ട് നമ്മുടെ ഓർക്കസ്ട്ര ഒളിച്ചടുക്കി. ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങിയത് തന്നെ ഒരു ഗംഭീര തുടക്കം. ഉഗ്രം പാട്ടും. ഇത് ഒരുപാട് വേദികളിലൊന്നും പാടി കേട്ടിട്ടില്ല ഈ പാട്ട്. കോമ്പറ്റീഷനിലൊക്കെ എനിക്ക് തോന്നുന്നു വളരെ റെയർ ആയിട്ട് മോള് പിക്ക് ചെയ്ത ഈ ഒരു പാട്ട് ഗ്രൂമറോട് വലിയ താങ്ക്സ് പറയണം. കാരണം ആ ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്ക് മോളുടെ വോയിസിലാണ് നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. എം ജി സാർ. സ്നേഹക്കുട്ടി, സർ. മഞ്ചേരി പറഞ്ഞ പോലെ സുന്ദരിക്കുട്ടി. സുന്ദരമായിട്ടുള്ളൊരു പാട്ട്, അതിമനോഹരമായിട്ടുള്ളൊരു പാട്ട്. ഇത് അധികമാരും കേൾക്കാത്തൊരു പാട്ട്, എന്നാൽ കേട്ടാൽ അവിടെ ഇരുന്ന് പോകുന്നൊരു പാട്ട്. എന്താ രാജാ സാറിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ. അവള് നന്നായിട്ട് പാടി കേട്ടോ, നല്ല രസമായിട്ട് പാടി. ഇത്രയും പാട്ടിനിടയിൽ 1-2-3 സ്ഥലങ്ങളുണ്ട് പാടി ആടുതേ. അതിൻ്റെ അവസാനത്തെ ആ പോർഷൻ മാത്രം ഒന്ന് പറഞ്ഞു തന്നാൽ മതി. എങ്ങനെയാണ്? ഓ അങ്ങനെയാണോ? അല്ലേ? അത് സ്പീഡിൽ പാടി വന്നേ. ആ അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. അവിടെ മാത്രമേ ശകലമേ ഉള്ളൂ. പിന്നെ ആകാരം പാടുന്നില്ലേ വിണ്ണിൽ കഴിഞ്ഞിട്ട്, അതൊന്ന് പാടിക്കേ. അവിടെ ആ ഒരു പോയിന്റ് അത് ആ വരവ് ഒന്നുകൂടെ ഒന്ന് സൂചിപ്പിച്ചെന്ന്. കറക്റ്റ്. പിന്നെ ലാസ്റ്റിലല്ലേ പദനി സരി, അത് പദനി സരി ഗരി സനി സ പദനി സരി ഗരി സനി സ പദനി സരി ഗരി സനി സ ഗരി സനി സ രി സനി ധനി സനി ദ പനി ദ പമ ദ പമ ഗനി ദ പമ ഗ നീ പൗർണമി ദ പമ ഗരി അല്ലേ? ഓ ദ പമ ഗ നീ, അത് ലൈനാണ്. നീ പൗർണമി. ശരി ആയിക്കോട്ടെ. ഞാൻ വിചാരിച്ചു ദപമക നീ വന്നോ, രീക്ക് വരെ നീ വന്നോന്ന് വിചാരിച്ചു. എന്തായാലും ഇങ്ങനെ ചെറിയ ചെറിയ സംഭവങ്ങളേ ഉള്ളൂ. അത് വലിയൊരു സീരിയസ് അല്ല. കാരണം ഇത്രയും ഒരു ടഫ് സോങ് ആണിത്. നമ്മൾ വിചാരിക്കുന്നവരല്ല. ദാസേട്ടൻ പാടിയ ഒരു നല്ല മനോഹരമായിട്ട് പാട്ട് ഇതിൻ്റെ ഗ്രൂമർ എടുത്തു തന്നല്ലേ. അപ്പോൾ അവർക്കൊരു വലിയ കഴിവ് കൊടുക്കാം. ഗ്രേറ്റ്. അദ്ദേഹം യേശുദാസായിട്ട് നിൽക്കുകയാണ്. നാട്ടുകാർക്ക് ഒന്ന് കാണിച്ചു കൊടുക്കാം. നമ്മുടെ ജൂനിയർ യേശുദാസ് സാർ. രൂപേഷേ എനിക്കൊരാഗ്രഹം. ആ പല്ലവി പാടിത്തരുമോ ഞങ്ങൾക്ക്? ബ്യൂട്ടിഫുൾ വോയിസ്. നീ പൗർണമി என்றும் என் நெஞ்சிலே நீ பௌர்ணமி என்றும் என் நெஞ்சிலே
ராகம் என்றும் வேகம் ஒன்று பாடியாடுதே ராகம் ஒன்றும் வேகம் ஒன்று பாடியாடுதே நீ பௌர்ணமி என்றும் என் நெஞ்சிலே நீ பௌர்ணமி സൂപ്പർ അസാധ്യ ശബ്ദം. ഓക്കെ, അപ്പൊ Okay. ഇതാണ് ഞങ്ങളുടെ ഒരു ഗ്രൂമർ Very രൂപേഷ് good, very ചേട്ടൻ. good, ഇനി രൂപേഷ്. ഞങ്ങൾക്ക് ഒരു ഗ്രൂമർ കൂടെ ഉണ്ട്. അത് നമുക്ക് വഴിയെ കേറ്റാം അല്ലേ? നമുക്ക് പാട്ട് പാടിക്കണം. ആ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ ഒരുപാട് സന്തോഷം. Thank you, Thank thank you, you. രൂപേഷ് Thank you very ചേട്ടാ. much. താങ്ക് യു രൂപേഷ്. സോ മോളെ, ഇങ്ങനെ കുറച്ച് സംഭവങ്ങൾ ഒഴിച്ച് എല്ലാം നന്നായിരുന്നു, നല്ല മനോഹരമായിരുന്നു. ഗോഡ് ബ്ലസ് യു. താങ്ക് യു സർ. Thank you, sir. ശരത് സർ, ഉഗ്രം പാട്ട് സ്നേഹ, ബ്യൂട്ടിഫുൾ സോങ്. അത് പറയേണ്ട കാര്യമില്ല. അത് എവിടെ കൈവച്ചാലും അത് അങ്ങനെ ഒരു ലെവലിലേ എത്തത്തുള്ളൂ. അത് രാജാ സാറിൻ്റെ ബ്രില്യൻസ് ഉണ്ട്. ഈവൻ ആ നടകിൽ പോലും ആ ഒരു അവർ വായിക്കുന്നതിൽ പോലും ഒരു സുഖം. പിന്നെ എനിക്കുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ കുറേയും കൂടെ ഒരു ഒഴുക്കാകും എന്ന് തോന്നി. ഇപ്പോൾ രാഗം എന്നും മേഘം, അത് ഒന്ന് പാടാമോ? രാഗം നിന്നും രാഗം എന്നും, അത് മതി. എന്നും അത് ആ ബലം വേണ്ടെന്നാ പറഞ്ഞ. രാഗം നിന്നും മേഘം 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 മുന്നേ പാടിയാടുതേ പാടിയാടുതേ. അത് മതി, അത് മതി. പാടിയാ അങ്ങനെ അത്രയും അങ്ങ് ആട്ടുമ്പോൾ അതിൻ്റെ ഒരു സുഖം പോകും. അതേ ഉള്ളൂ. പറയാം. അതുപോലെ വിണ്ണില്ല ആട് അത് പാടാമോ? വിണ്ണിൽ ആടും വാനിൻ മീനെ വാനിൻ മീനെ ആ என்னை நானே நாராதே. ആ ഇത് ഇടം അത് കുറച്ച് ഒഴുക്ക്, അതാണ്. അത് ബലം പിടിക്കണ്ടാടാ. ഇവിടെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു മെലഡി, ഒരു ഇത്തിരി മെലഡിയും ഒരു ഒഴുക്കും രാഗഭാവവും. ഒന്ന് സ്വരം പാടാം. പാദവമ പദപമ പദപമ ഗരി സാരി ഗരി സരി ഗമ പ രി ഗരി രി ഗരി സരി ഗമ പ രി ഗരി സരി ഗമ പ എന്നിദയ. അത് വേണ്ടടാ, സ്വരം മാത്രം പാടിയാ മതി. പദപമ പദനി സരി നി ഗരി സനി സ ഗരി സ നി രി 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 ഗരി രി രി ഗരി രി. ആ അടുത്തത് ഗ ഗ ഗ ഗ ഗ ഗ ഗ സരി ഗരി ഗ പ മ ഗരി ഗപ്പ സരി ഗരി ഗ പ മ ഗരി ഗപ്പമ ഗപമഗരി ഗപമഗരി ഗ പ മ ഗരി ആ ആ പദനി സരി ഗരി സനി സ ഗരി സനി സ ടി സനി ധനി സനി ധ പ നി ധ പ മ ധ പ മ ഗനി. ആഹാ, അണ്ണൻ അത് തോന്നിയത് വളരെ ന്യായമായിട്ടുള്ള ഒരു ആ കഴിഞ്ഞ് രീയ നമുക്ക് കേട്ട് ശീലമുള്ളത്. അതിനിടയ്ക്ക് പാട്ടങ്ങ് തുടങ്ങല്ലേ. വണ്ടർഫുൾ. ഉഗ്രം പാട്ട്, ഉഗ്രമായിട്ട് പാടിയതാ, വളരെ മനോഹരമായിട്ട് പാടി. താങ്ക് യു സർ. അനിക്ക, സ്നേഹ, സർ ഐ ആം പ്രൗഡ് ഓഫ് യു സ്നേഹ. താങ്ക് യു സർ. സ്നേഹ ഉള്ളത് പറയാലോ, തുടക്കത്തിലൊക്കെ സ്നേഹ പാടി തുടങ്ങുമ്പോഴും നമ്മൾ ഈ കഴിഞ്ഞ ജഡ്ജ്മെന്റിൽ നമ്മൾ ഞാൻ പറഞ്ഞായിരുന്നു സ്നേഹയുടെ വോയിസിലുണ്ടായിരുന്ന ഒരു സിന്തറ്റിക് സ്വഭാവം ഉള്ള ഒരു ടോണിനെ കുറിച്ചിട്ട്. അതിങ്ങനെ പാടുമ്പോൾ ഇങ്ങനെ വരും. അപ്പം നമ്മളിങ്ങനെ ഒരു സിന്തസൈസർ ടോൺ വരുന്നത്. പക്ഷെ അത് മോളുടെ സ്ട്രെങ്ത് ആക്കി എടുത്തു കേട്ടോ. ഇപ്പൊ ആ ടോണിൽ ഈ പാട്ട് കേൾക്കാൻ എന്തൊരു ഭംഗിയാണ്, ഭയങ്കര രസമാണ് കേൾക്കാൻ. കഴിഞ്ഞ പാട്ടും അതുപോലെ തന്നെ. അപ്പൊ അത് സ്ട്രെങ്ത് ആക്കി എടുത്തു. അത് വെരി ഗുഡ് തിങ്. പിന്നെ ഇതൊരു എളുപ്പപ്പാട്ടല്ല, ഇത് ഇറ്റ്സ് എ ടഫ് സോങ്. അത് നന്നായിട്ട് തന്നെ സ്നേഹ പാടിയിട്ടുണ്ട്. സ്നേഹയുടെ കാലിബർ ഇങ്ങനെ ഓരോ പെർഫോമൻസ് കഴിയുമ്പോഴും ഇങ്ങനെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് സ്നേഹ. ഇതിങ്ങനെ തന്നെ അങ്ങ് പോട്ടെ. അഗൈൻ ഐ എം പ്രൗഡ് ഓഫ് യു കേട്ടോ. താങ്ക് യു. ഓൾ ദി വെരി ബെസ്റ്റ്. ഓക്കെ, മാർക്സ് വയ്ക്കാം. എം ജി സാർ. സ്നേഹ 9.3. താങ്ക് യു സർ.
ശരത് സർ 9.3 മാർക്സ്. താങ്ക് യു സർ. ചേച്ചി സ്നേഹയുടെ മാർക്സ് ദാ. ടോട്ടൽ 18.6. സൂപ്പർ. ഓക്കേടാ. ഓക്കെ ജഡ്ജസ്, അങ്ങനെ 2 റൗണ്ട്സ് വീണ്ടും കഴിഞ്ഞു. 2 ടീമിന്റെ പെർഫോമൻസ് കഴിഞ്ഞു. നമ്മൾ ഇനി സ്കോർ അറിയാൻ പോവാണ്. സ്കോർ ബോർഡ് പ്ലീസ്. Magic Beats total 335.1 and Mystic Ragas 332. ഇഞ്ചോടിഞ്ച് പോരാട്ടം. അതെ, ഇഞ്ചോടിഞ്ച് വാശിയേറിയ മത്സരം. അപ്പൊ നമുക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്യാം റൗണ്ട്സ്. ഓക്കെ, അപ്പോ ഭാവഗീതം റൗണ്ടിലേക്കാണ് വീണ്ടും നമ്മൾ പോകുന്നത്. ഇത്തവണ മിസ്റ്റിക് രാഗാസിൽ നിന്നാണ് ആദ്യം വിളിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് വെൽക്കം അനഘ. എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ല തോന്നുന്നു. ചോദിക്കല്ലേ. അപ്പൊ എം ജി സാർ. അനഘ സർ, മനോഹരമായിട്ടുള്ള സെലക്ഷനാണ്. ബ്യൂട്ടിഫുൾ സോങ്. നന്നായിട്ട് പാടുകയും ചെയ്തു. താങ്ക് യു സർ. നന്നായിട്ട് പാടി. നല്ല വോയിസാണ്, നല്ല ശബ്ദമാണ്. ഈ പല്ലവി പാടുമ്പോൾ കുറച്ച് കട്ട്സ് വരുന്നുണ്ട്. ഏകാന്ത പഥികൻ ഞാൻ എന്നുള്ള ആ വരിയിൽ ഒന്നിൽ ഏകാന്ത പഥികൻ ഞാൻ, അല്ലെ ഏകാന്ത പഥികൻ ഞാൻ, അങ്ങനെയുള്ള കട്ട്സ് വരുന്നത്. കുറച്ച് ബ്രത്ത് എൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു ഇന്ന്. പിന്നെ തേടുന്ന പഥികൻ ഞാൻ, മാനവ സുഖമെന്ന അവിടെ നിന്നൊന്ന് പാടി വരൂ. മാനവ സുഖമെന്ന മായാമൃഗത്തിനെ, അതെല്ലാം ശ്രുതി ചേർന്നിട്ട് മായാമൃഗത്തിനെ തേടുന്ന പാന്തൻ ഞാൻ,
ഒന്നുകൂടെ ആ ഗ്ലൈഡ് ഒന്ന് വെച്ച്. തേടുന്ന പാന്തന്യാ. അതൊന്ന് എൻ്റെ ഒരു സുഖം വരണം. ആ എൻ്റെ പോർഷൻ അത്രയും കടുപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബ്യൂട്ടി പോവും. ഓക്കെ. പിന്നെ പാരാകെ പാദം നടന്നു തളരുമ്പോൾ പാദതനരികിൽ. ആ ശ്രുതി എപ്പോഴും ഒന്ന് മെയിൻ്റെ. താനേന താനേനെ പാദതനരികിൽ ആകാശം നിവർത്തിയ കൂടാരം പൂകിയുറങ്ങുന്നു. കൂടാരം പൂകിയുറങ്ങുന്നു. ഓക്കെ ഓക്കെ നന്നായിരുന്നു. ഇങ്ങനെ ചെറിയ ചെറിയ സംഭവങ്ങളാണ് ഇതിനകത്ത് ഉണ്ടായിരിക്കുന്നത്. നല്ല പാട്ട്, നല്ല മനോഹരമായിട്ടുള്ള ആലാപനം. ഗുഡ് ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു സർ. ശരത് സർ. ചക്കരെ നന്നായിട്ട് പാടി നല്ലൊരു നമുക്ക് എന്താ പറയണ്ടേ, എപ്പോഴും മനസ്സിലൊരു വിഷമം ഉണ്ടാക്കുന്ന ഒരു പാട്ട്. അല്ല, എനിക്ക് ആകെ ഉള്ള ഒരു ഒറ്റ ഒന്ന് ശ്രുതി തരാമോ? ഏതോ സ്വപ്നവസന്തവന നൈസ് വെരി ഗുഡ് കേട്ടോ. ഇതൊക്കെ ഉണ്ട് കേട്ടോ. ബാക്കിയെല്ലാം നന്നായിട്ട് തന്നെ പാടിയാനൊക്കെ നല്ല സുഖമുണ്ടായിരുന്നു. പിന്നെ ശ്രുതി ഇപ്പൊ അണ്ണൻ പറഞ്ഞ പോലെ ശ്രുതി കുറച്ചും കൂടെ ശ്രദ്ധിച്ചോളൂ. അതൊക്കെ പറ്റും അനക്കെ കൊണ്ട്. അനഘ ആദ്യം തന്നെ പറയട്ടെ, ഉഗ്രൻ സോങ് സെലക്ഷൻ അനഘ. നല്ല സോങ്. അക്ഷരങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അത് എഴുതുമ്പോഴാണെങ്കിലും പാടുമ്പോഴാണെങ്കിലും അത് നോക്കണം. അനഘയുടെ വോയിസ് ഒരു രക്ഷയില്ല. വണ്ടർഫുൾ ടോൺ, ബ്യൂട്ടിഫുൾ ടോണാണ് അനഘയുടെ. ഒന്ന് ട്രെയിൻ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഒരു പ്രോപ്പർ പ്ലേബാക്ക് മെറ്റീരിയലാണ് അനഘയുടെ വോയിസ്. ശരിക്കും ഞാൻ ആലോചിക്കുന്നത്, ഇതിപ്പം നമ്മളിപ്പോൾ കേൾക്കുന്നത് ഫുൾ ഡ്രൈ ആയിട്ടാണല്ലോ കേൾക്കുന്നത്. അത് ഒരു കംപ്രസറും ഒരു റീവേർബും ഒന്ന് ഈക്കും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല മുത്ത് പോലെ ഉണ്ടാവും അനഘയുടെ വോയിസ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ ശബ്ദത്തിൻ്റെ ആ ഒരു മാധുര്യം കളയാതെ നോക്കുക. ഓക്കെ, ദാറ്റ്സ് യു ഹാവ് എ വെരി ബ്യൂട്ടിഫുൾ വോയിസ്. നന്നായിട്ട് പാടിയിട്ടൊക്കെ ഉണ്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക. ചേച്ചി അനഘ സുന്ദരി, നല്ല ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് സന്തോഷമാണ്. കാരണം കണ്ടസ്റ്റൻസ് പാടുമ്പോൾ പ്രീവിയസ് പെർഫോമൻസിനേക്കാളും നന്നാവുക എന്നുള്ളതാണല്ലോ നമുക്ക് വേണ്ടത്. അപ്പോൾ നൈസ് സെലക്ഷൻ മോളെ. എനിക്ക് പാട്ടും വളരെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പാട്ടാണ്, സീരിയസ് പാട്ടാണ്. അപ്പം അത് നല്ല രീതിയിൽ തന്നെ മോള് പാടി. വോയിസ് ആയാലും ഫീൽ ആയാലും എല്ലാം ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. കുഞ്ഞു കാര്യങ്ങൾ നമുക്ക് ശരിയാക്കി എടുക്കാം. ഓക്കെ, ഗോഡ് ബ്ലെസ് യുടാ. താങ്ക് യു ചേച്ചി. ഓക്കെ, മാർക്സ് വെക്കാം. 9.1. താങ്ക് യു സർ. സൂപ്പർ, താങ്ക് യു സർ. ശരത് സർ. അനഘ 9.1. താങ്ക് യു സർ. താങ്ക് യു സർ. ഷാനിക. അനഘ Team. താങ്ക് യു സർ. ഓക്കെ, സോ ടോട്ടൽ 18.2. ഓക്കേടാ. ഗുഡ്. ഓക്കെ, അപ്പൊ ജഡ്ജസ്, ഭാവഗീതം റൗണ്ടിൽ മിസ്റ്റേക്ക് രാഗാസിൽ നിന്ന് അനഘ വന്നു, നല്ല മാർക്സ് വാങ്ങിച്ചിട്ട് പോയി. ഇനി ഈസ്റ്റേൺ മാജിക് ബീച്ചിൽ നിന്ന് നിങ്ങൾ ആരെയാണ് ഇറക്കാൻ പോകുന്നത്? അശ്വതി. കാട്ടുകുറിഞ്ഞി പോവും ചോടി സ്വപ്നം കണ്ടു മയങ്ങും പെണ്ണ്. കാട്ടുകുറിഞ്ഞി പോവും ചോടി സ്വപ്നം കണ്ടു മയങ്ങും പെണ്ണ്. ചിരിക്കാറില്ല ചിരിക്കാറില്ല
കാട്ടുകുറിഞ്ഞി പൂവും ചൂടി സ്വപ്നം കണ്ടു മയങ്ങും പെണ്ണ്. പാടാറില്ലിവൾ പാടിപ്പോയാൽ തേൻമഴ പെയ്യും. ആടാറില്ലിവൾ ആടിപ്പോയാൽ താഴമ്പു വിടരും. താലിപ്പെണ്ണേ നീലിപ്പെണ്ണേ താളം തുള്ളി മേളം തുള്ളി വാ. താലിപ്പെണ്ണേ നീലിപ്പെണ്ണേ താളം തുള്ളി മേളം തുള്ളി വാ. താലിപ്പെണ്ണേ നീലിപ്പെണ്ണേ താളം തുള്ളി മേളം തുള്ളി വാ. കാട്ടുകുറിഞ്ഞി പൂവും ചൂടി സ്വപ്നം കണ്ടു മയങ്ങും പെണ്ണ്. ചിരിക്കാറില്ല ചിരിച്ചാൽ ഒരു പൂങ്കുഴലി. തളിരും കോരി കുളിരും കോരി നൂറും പാലും കുറിയും തൊട്ടു നടക്കും പെണ്ണ്. കരയാറില്ല കരഞ്ഞാൽ ഒരു കരിങ്കുഴലി. കാട്ടുകുറിഞ്ഞി പൂവും ചൂടി സ്വപ്നം കണ്ടു മയങ്ങും പെണ്ണ്. മയങ്ങും പെണ്ണ് മയങ്ങും പെണ്ണ്. നൈസ് വെരി ഗുഡ്. ഗുഡ്. ശരത് സാർ, എന്തോ പക്ഷെ നമ്മുടെ കൊച്ചു കരയാറില്ല. ആ, എപ്പോഴും അതേ ഉള്ളൂ. ചിരിക്കാറേ ഉള്ളൂ. അതെ, എടുത്ത പാട്ട് അതിന് അനുയോജ്യമായിട്ടുള്ള പാട്ട്. കറക്റ്റ് പാട്ട്. ഓക്കെ, ചോദിക്കാം. MG സാർ. കരയോ? ഇല്ല ഞാൻ വളരെ രൗദ്രമായിട്ടാണ് ഇതിന്റെ കാര്യങ്ങൾ പറയാൻ പറയാൻ പോകുന്നത്. പോകുന്നത്. സാറ് പറഞ്ഞോളൂ, ഞാൻ കരയില്ല. കരയത്തില്ലല്ലോ. ഇല്ല ഇല്ല ഇല്ല. ഇത് പാടിയത് വളരെ നന്നായിരുന്നു. വളരെ വളരെ നന്നായിരുന്നു. നല്ല രസമുണ്ട് മോളെ. നല്ല ബ്യൂട്ടിഫുൾ സോങ്. ശ്യാം സാറിന്റെ കരിങ്കുഴലില്ലേ, എന്തോ അതിന് കരിങ്കുഴലി. കരിങ്കുഴലി. ആ, ശ്രുതി അവിടെ ഇവിടെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഓക്കെ സാർ. കോപിക്കാറില്ല ആ പോർഷൻ ഒന്ന് പാടിക്കേ. കോപിക്കാറില്ല പെണ്ണു കോപിച്ചാൽ ഈറ്റപ്പുലി പോലെ. നാണിക്കാറില്ല പെണ്ണു നാണിച്ചാൽ നാടൻ പിട പോലെ. കൊള്ളാം, വെരി ഗുഡ്. അത് കഴിഞ്ഞ് എനിക്ക് തോന്നിയ സ്ഥലം ഇത് രണ്ടാമത്തെ കോപിക്കാറില്ലേലും ആ ശ്രുതിയുടെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. പാടാറില്ലവൾ പാടിപ്പോയാൽ തേന്മഴ പെയ്യും. പാടാറില്ലിവൾ അതാണ് താനാനാന താനാനാന ആ സാ എന്നുള്ള അവിടെ ഒന്ന് ടച്ച് ചെയ്താൽ നന്നായിരുന്നു. പാടാറില്ലിവൾ പാടിപ്പോയാൽ എന്തിനാ വിരലിങ്ങനെ പോണേ? അത് മേളാന്ന് അറിയാനെണ്ണ തട്ടും പുറത്തുണ്ടെന്ന്. പാടിയേ. പാടാറില്ലിവൾ പാടിപ്പോയാൽ തേന്മഴ പെയ്യും. ആടാറില്ലിവൾ ആടിപ്പോയാൽ താഴമ്പു വിടരും. വെരി ഗുഡ്, വെരി ഗുഡ്. ഇതിന് അക്ഷരം വളരെ കുറവാണ്, ശ്രദ്ധിച്ചായിരുന്നു. പല്ലവി ഭയങ്കര നീള കൂടുതലാണ്, പക്ഷെ ചരണം വരുമ്പോഴത്തേക്ക് സെയിം ലൈൻസ് ആണ് റെപ്പിറ്റേഷൻ വരുന്നത്. അതൊരു ബ്യൂട്ടിയാണ്. അപ്പൊ എന്തുകൊണ്ട് നന്നായി, വെരി ഗുഡ്. പിന്നെ വേറൊരു കാര്യം പാറു, ചില സംഭവങ്ങൾ ഇവിടെ നടന്നു ഇതിന്റെ ഇടയ്ക്ക്. ആ, ഇന്നലെ രാത്രിയില് ആ എന്നെ അമേരിക്കയിൽ നിന്ന് ഒരാൾ വിളിച്ചു. ആ ഒരു തമിഴ് പാട്ട് പാടിയ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞുണ്ട്, ഓ അസലായിട്ട് പാടി സാറേ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അത്രയ്ക്ക് ഗംഭീരമായിട്ട് പാടി. ഒരു തമിഴത്തിയാണെന്ന് തോന്നിപ്പോവും. കാരണം വെച്ചാൽ ഒരു തമിഴ് ഗേൾ ആണെന്ന് തോന്നിപ്പോവും. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. എനിക്ക് എന്തെങ്കിലും കൊടുത്താൽ കൊള്ളാമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു എന്താന്ന് വെച്ചാൽ ചെയ്തോളൂ. അപ്പം എന്നെ പരിചയമുണ്ടെന്നാണ് പറയുന്നത്. ഈസ് ജോയ് തോമസ്. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇത്രയും അമേരിക്ക എന്നൊക്കെ അല്ലേ വിളിക്കുന്നത്, ഒരു 10,000 രൂപ അങ്ങോട്ട് കൊടു, എന്തായാലും 5,000 ഒന്നും ആക്കാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പറഞ്ഞു. പിന്നെ അണ്ണാച്ചിയെ വിളിച്ചു. എനിക്ക് അയച്ചു തന്നു ആ മെസ്സേജ്, വോയിസ് ക്ലിപ്പ് ആണ് എനിക്ക് അയച്ചു തന്നു. അങ്ങനെ ഞാൻ അങ്ങോട്ടൊരു മെസ്സേജ് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ലാസ്റ്റിൽ ഞാൻ പറഞ്ഞു 10,000 രൂപ അയക്കുന്നുണ്ടോ ഇല്ലയോ, ഇല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം ബന്ധം ഇവിടെ നിർത്തുമെന്ന് പറഞ്ഞു. പെട്ടെന്ന് അദ്ദേഹം ജോയ് തോമസ്, പാവം നല്ല മനുഷ്യൻ, അദ്ദേഹം ഒരു 10,000 രൂപ അയച്ചു കൊടുത്ത്. കിട്ടിയോ? കിട്ടിയോ? കിട്ടി സാർ. ആ, കാര്യം ഈ ജോയ് തോമസ് എന്നുള്ള ആള് നമ്മളെ വിളിച്ച് ഈ പ്രോഗ്രാം കാണുന്ന കാര്യം പറയാറുണ്ട്. അതെ, അതേ സാറെന്നാ വിളിച്ച് സംസാരിക്കുന്നത്. അതുകൊണ്ട് അണ്ണൻ അയച്ച അതേ മെസ്സേജ് എനിക്കും അയച്ചു. അപ്പൊ ഞാൻ അണ്ണൻ അങ്ങോട്ട്, സാർ ഈ ഒരു കുട്ടി മനോഹരമായിട്ട് തമിഴാണെന്ന് തോന്നിപ്പോകുന്ന വിധം അത് തന്നെ
അതേ ഞാൻ പറഞ്ഞു ഇങ്ങനെ സാറെന്ന് വിളിച്ചിട്ട് രണ്ടുപേർക്കും ഒരു മെസ്സേജ് അയക്കില്ലേ ജോയ് തോമസേ, ഞാൻ അങ്ങോട്ട് ഒരേ മെസ്സേജാണ്. ഒരേ മെസ്സേജ്. പക്ഷെ പൈസ കിട്ടിയല്ലോ. അതെ. എന്തായാലും മറ്റൊരു നല്ലൊരു കാര്യം, നമ്മുടെ ഈ സൂപ്പർ സ്റ്റാർ സീനിയർ എന്ന് പറഞ്ഞ ഈ പ്രോഗ്രാം 7 കടലും കടന്ന് 7-ാം കടലിനക്കരെ അമേരിക്കയിലും ഇത് ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്നു എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ അഭിമാനമുണ്ട്, ഇൻക്ലൂഡിങ് നമ്മുടെ പ്രൊഡ്യൂസർ, ഡയറക്ടർ, ഇതിന്റെ അമൃത ടിവിയുടെ എല്ലാവർക്കും. കാരണം ഇതിനകത്ത് സഹകരിക്കുന്ന എല്ലാവർക്കും, ഓർക്കസ്ട്ര പാടുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും അഭിമാനിക്കാൻ. എന്തായാലും അച്ചു അമേരിക്കയിലായതുകൊണ്ടാണ് നേരിട്ട് ആ ഒരു ഗിഫ്റ്റ് തരാൻ പറ്റാഞ്ഞത്. പക്ഷെ ആ ഒരു 10,000 rupees ആ ഒരു സ്നേഹം അയച്ചെന്നല്ലേ, എന്താണ് സാറിന്റെ അടുത്ത് പറയാനുള്ളത്? ശരിക്കും ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഒട്ടും വിചാരിച്ചിട്ടില്ല ഇങ്ങനെ. അതെ, അതും പുറത്തുനിന്നൊക്കെ സപ്പോർട്ട് കിട്ടുക പറഞ്ഞത് വളരെ. സാറിന്റെ പേര് ജോയ് തോമസ് എന്നാണ്. സാർ എന്നെ വിളിച്ചിരുന്നു. എല്ലാവരുടെ സോങ്സും കാണാറുണ്ട്. എല്ലാവരോടും പ്രത്യേകം ഓരോരുത്തരോടും അഭിനന്ദനങ്ങൾ അറിയിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എന്നോട് വേറൊരു കാര്യം പറഞ്ഞു, സാറ് നാട്ടിലേക്ക് വരുമ്പോ ഒരു വലിയ ഗിഫ്റ്റുമായിട്ട് വരാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ജോയ് സാറിന് ഒരുപാട് താങ്ക്സ്. നമ്മുടെ കുട്ടിക്ക് അങ്ങനെ ഒരു ഗിഫ്റ്റ്, ഒരു ലവ്, ആ ഒരു സ്നേഹം അയച്ചു കൊടുത്തതിന് ഒരുപാട് താങ്ക്സ് പറയാണ്. മോളെ നന്നായിട്ട് പാടി. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ ചേച്ചി. അച്ചു മാം, സുന്ദരമായിട്ട് പാടി. നല്ലൊരു ക്യൂട്ട് സിംഗിങ് ആണ് അച്ചുവിന്റെ. ഇതില് എനിക്ക് തോന്നിയത്, അച്ചു ഇനി കറക്റ്റ് ചെയ്യാനുള്ളൊരു കാര്യം, അച്ചുവിന്റെ പ്രൊനൗൺസിയേഷൻ, ഈ രാ എന്നുള്ളത് റാന്ന് കേൾക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും. അത് മോളൊന്ന് ശ്രദ്ധിക്കുക. ചില അക്ഷരങ്ങൾ പറയുമ്പോൾ കുറച്ചുകൂടി അതൊന്ന് ഒരു മലയാളം എന്നുള്ള രീതിയിൽ തന്നെ പറയാൻ പഠിക്കുക. ഓക്കെ, അത് മാത്രമാണ് എനിക്ക് തോന്നിയത്. അല്ലാതെ മനോഹരമായിട്ട് പാടി. അത് ഇതിനി മുന്നോട്ടുള്ള ബാക്കി പാട്ടുകൾ പാടുമ്പോഴത്തേക്ക് അത് ശ്രദ്ധിച്ച് അത് കറക്റ്റ് ചെയ്ത് മാറ്റണം ആ ഒരു പ്രശ്നം, കേട്ടോ. അല്ലാതെ മനോഹരമായിട്ട് പാടി. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. ശരത് സർ, എന്റെ പ്രിയപ്പെട്ട ശ്യാം സാറിന്റെ പാട്ട് എടുത്തുകൊണ്ട് പാടിയതിൽ കുറേ സന്തോഷം. നല്ല ഉഗ്രം പാട്ട്. ഞാൻ അതാ ആലോചിച്ചത്, ശ്യാം സാറ് ഇതുപോലുള്ളൊരു ജോണർ പാട്ട് ചെയ്യുമ്പോൾ അതിൽ എന്ത് സിമ്പിളാണ്. കാര്യം എല്ലാവർക്കും ഏറ്റു പാടണം, അത് പാടിപ്പോവും. ആ വിധത്തിലൊരു ട്യൂണാണ്. അപ്പോൾ അത് മനോഹരമായിട്ട് പാടി. പിന്നെ എനിക്കുള്ള സ്വപ്നം കണ്ടു മയങ്ങും, അത് മാത്രം ഒന്ന് എനിക്ക് പാടിത്തരാമോ? സ്വപ്നം കണ്ടു മയങ്ങും കണ്ടു മയങ്ങും മയങ്ങും പെണ്ണ് മയങ്ങും അത് വേണ്ട, മയങ്ങും അത്രേ ഉള്ളൂ. അച്ചു സാർ, അച്ചുവിനെ കാണാൻ സുന്ദരിയായിട്ടുണ്ട്. ഇതിന്റെ സൗന്ദര്യം ഓരോ ദിവസം കഴിയുന്നതോറും വർദ്ധിച്ച് എവിടോ ഒരു ലെവലിലേക്ക് അത് വേണ്ട, കണ്ണു കിട്ടും. വളരെ കാണാൻ സുന്ദരിയായിട്ടുണ്ട് കേട്ടോ. പാട്ട് നന്നായിട്ട് പാടി. എനിക്ക് ആ മയങ്ങം മാത്രം അത് പറഞ്ഞു, പക്ഷെ ബ്യൂട്ടിഫുൾ. എന്ന് എന്റെ പ്രിയപ്പെട്ട ശ്യാം സാറിന്റെ പാട്ട് പാടിയോണ്ട് താങ്ക് യു സോ മച്ച്. അച്ചു, സാർ, ഐ ആം പ്രൗഡ് ഓഫ് യു. അച്ചു എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കോമ്പറ്റീഷനിൽ വൺ ഓഫ് ദ മോസ്റ്റ് വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഒരു സിംഗറാണ്. കാരണം ഇതിന് മുന്നേ പാടിയ പാട്ട് ഏതായിരുന്നു? അമ്മേ. അതിന് മുന്നേ പാടിയ പാട്ട് പഴനിയപ്പ പാടി, ഉള്ളുള്ളേരി. അപ്പൊ അങ്ങനത്തെ ഒരു സൗണ്ട് കൾച്ചറിലുള്ള സോങ്സ് പാടിയിട്ട് ഇതില് നേരെ അങ്ങ് സ്വിച്ച് ചെയ്തു. അത് ഒരു ഭയങ്കര കഴിവ് തന്നെയാണ്. അതൊരു ഭയങ്കര വേഴ്സറ്റാലിറ്റി ആണ് അച്ചൂടെ ഇത് കാണിക്കുന്നത്. ചില സ്ഥലത്ത് ഒന്ന് ഒതുക്കുന്നുണ്ട്, അതാ ഞാൻ പറഞ്ഞത്. നമുക്ക് ഈ ഒരു ഏരിയ, ഈ ഒരു മെലഡി കണ്ടന്റ് ഉള്ള സോങ്സിലും കൂടെ നമുക്ക് ഒരു ഗ്രിപ്പ് വരുത്താനുണ്ട്. മറ്റതിലും മോള് സ്റ്റാർ ആണ്, ഇതിലും കൂടെ ഒരു ഗ്രിപ്പ് വരുത്താം. ദാറ്റ്സ് ഇറ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ, മാർക്സ് ചോദിക്കാം. എം ജി സാർ 9.2. താങ്ക് യു സർ. ശരത് സർ 9.2 മാർക്ക്. ചേച്ചി അച്ചൂസിന്റെ മാർക്ക്. ഓക്കെ, സോ ടോട്ടൽ 18.4. ഓ സൂപ്പർ. കശക്കെടുത്ത് വെച്ചാട്ടാ ജഡ്ജസ്. അങ്ങനെ ഈ എപ്പിസോഡിലെ 3 പെർഫോമൻസസും കഴിഞ്ഞിരിക്കുകയാണ്. നല്ല എപ്പിസോഡായിരുന്നു. എല്ലാരും നന്നായി പാടി, നല്ല മാർക്സ് ഒക്കെ സ്കോർ ചെയ്തു. സൂപ്പർ, നല്ല എപ്പിസോഡായിരുന്നു.
എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുന്നേ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. നമ്മൾ എല്ലാ സ്പെഷ്യൽ ഡേയ്സും മെൻഷൻ ചെയ്യാതെ നമ്മൾ പോവാറില്ല. ഇല്ല. അപ്പൊ ഇന്നും ഒരു സ്പെഷ്യൽ ഡേ ആണ്. അതെ, നമുക്ക് ഒരുപാട് സന്തോഷമുള്ള ഒരു സ്പെഷ്യൽ ഡേ ആണ്. പക്ഷെ നമ്മൾ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും സ്പെഷ്യൽ ഡേ ആണ്, പ്രത്യേകിച്ച് പാട്ട് ഇഷ്ടമുള്ള ആളുകൾക്ക്. ഓക്കെ, അപ്പൊ എപ്പോഴും MG സാർ എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ അനൗൺസ് ചെയ്യാനായിട്ട്. അപ്പൊ ഞാൻ സാറിനെ ഒന്ന് സ്റ്റേജിലേക്ക് വിളിക്കുകയാണ്. സാർ പ്ലീസ്. അപ്പൊ ആ ഒരു സ്പെഷ്യൽ ഡേ എന്താന്നുള്ളത് അത് നമുക്ക് പറയണമല്ലോ. സ്പെഷ്യൽ ഡേ എന്താന്ന് പറയണമല്ലോ. പിന്നെ പറയണമല്ലോ. പറഞ്ഞോളൂ. പറഞ്ഞാലോ? പറ. ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ MG സർ. ബർത്ത്ഡേ ആയിട്ടൊരു പ്രാങ്ക് അണ്ണന്. May 25 നമ്മുടെ MG സാറിന്റെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ അണ്ണ. ലവ് യു. ഭയങ്കര സർപ്രൈസ് ആയി പോയി കേട്ടോ. സർ ഹാപ്പി ബർത്ത്ഡേ. ഒട്ടും പ്രതീക്ഷിച്ചില്ല കാരണം എന്തോ അനൗൺസ് ചെയ്യാൻ വേണ്ടിട്ട് എന്നെ കടുപ്പമുള്ള വാക്കുകളാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്തോ ഐതിഹാസിക പ്രസിദ്ധരായ അനവധി പുണ്യപുരുഷന്മാരുടെ പാദപാംശുക്കൾ കൊണ്ട് പവിത്രമായ നാടാണ് കേരളം എന്നൊക്കെ പറയാനായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചത്. അപ്പൊ എന്തായാലും ബർത്ത്ഡേ ഒക്കെയാണ് സാർ. ഇന്ന് നമ്മളെ പറ്റി എല്ലാരും പൊക്കി പറയും സാർ, നമുക്കത് കേൾക്കാം. ശരത് സാർ. അണ്ണാ 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 അണ്ണോ ലവ് യു അണ്ണ. കുറേ സന്തോഷം. ഇത് രാവിലെ ആകുമ്പോൾ എനിക്കുള്ള ഒരു കുഴപ്പം അറിയാമല്ലോ. എന്തെങ്കിലും അറിഞ്ഞാൽ പിന്നെ അത് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഉറക്കവും എല്ലാം നഷ്ടപ്പെടും. എനിക്ക് ഞാൻ വളരെ കഷ്ടപ്പെട്ട് അണ്ണൻ്റെ അടുത്ത് മിണ്ടാതിരുന്നത്. ഞാൻ പറഞ്ഞു അവിടെ പോയിട്ട് പറഞ്ഞു അണ്ണാ ഇന്ന് അണ്ണന്റെ ബർത്ത്ഡേ ആണെന്ന് പറയരുതെന്ന് പറഞ്ഞാ വിട്ടത്. എന്താണ് ശരത് സാർ MG സാറിനെ കുറിച്ച് പറയാനുള്ളത് ഈ ബർത്ത്ഡേ ദിവസം? നല്ല പറയണേ. അല്ല, സത്യമായിട്ടുള്ളത് പറയണോ അണ്ണനെ പൊക്കി പറയണോ? ഏത് വേണം? പൊക്കി പറഞ്ഞാൽ MG അണ്ണൻ എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ അറിയാവുന്ന ഒരു പൊതുവായിട്ട് അറിയാവുന്ന ഒരു കാര്യം, ഇടിവെട്ട് പാട്ടുകാരൻ. അതിൽ ഒരു ഡൗട്ടും ഇല്ല നമുക്ക്. അത് ഏത് തരം പാട്ടുകളും. ഇപ്പോൾ ഒരു ക്ലാസിക്കൽ എന്നാൽ ഇദ്ദേഹത്തിനെ വിളിക്കാം, ഡപ്പാങ്കുത്തായി ഇദ്ദേഹത്തിനെ വിളിക്കാം, അല്ല മറ്റേ പഠിച്ചോ ഇദ്ദേഹത്തിനെ വിളിക്കാം. അങ്ങനെയില്ല, ഇതെല്ലാം കൂടെ ഉള്ള ഒരു പാക്കേജാണ് നിൽക്കുന്നത്. അപ്പോൾ ഏത് പാട്ടിനും അണ്ണനെ നമ്പി വിളിക്കാം. പിന്നെ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യം, അണ്ണൻ സെൻസ് ഓഫ് ഹ്യൂമർ ഇഷ്ടം പോലുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ അത് നമുക്ക് അണ്ണൻ പറയുന്ന കേൾക്കാനും. ഞാൻ MG ഇപ്പോൾ ഈ പാനലിലേക്ക് MG അണ്ണൻ വരുന്നു എന്നുള്ളപ്പോൾ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം അതായിരുന്നു. ഇനി കഥകളുടെ കൂമ്പാരമായിരിക്കും, നമ്മളെക്കുറിച്ചൊക്കെ പറയും. അപ്പോൾ അതൊരു സന്തോഷം. പിന്നെ എനിക്ക് അണ്ണൻ പാടി കേൾക്കുന്ന പാട്ടുകളൊക്കെ അത് വന്ന് ചുമ്മാതെ പുട്ടുപോലെ ഊതിയിട്ട് പോയി എന്ന് വേണം പറയാൻ. അപ്പം അത് കുറേ സന്തോഷമാണ്. പ്രത്യേകിച്ച് അണ്ണൻ്റെ ഫാമിലിയായിട്ട് എനിക്ക് അത്രയും അടുത്ത ബന്ധമുണ്ട്. രാധാകൃഷ്ണൻ ചേട്ടൻ, ഈ അണ്ണാച്ചി, എല്ലാവരും. അതിങ്ങ് താഴെ കിടക്കുന്ന ചെക്കൻ ഹരിശങ്കർ വരെ വളരെ അടുപ്പാണ്. എൻ്റെ ഒരു ഫാമിലി പോലാണ്. ട്രിവാൻഡ്രത്തുള്ള ഒരു ഫാമിലിയാണ് എൻ്റെ MG അണ്ണൻ്റെ വീടെന്ന് പറഞ്ഞാൽ. അപ്പം അത് കുറേ സന്തോഷം. അപ്പം എന്തെന്നൊക്കെയാലും അണ്ണാ ദീർഘായുസ് നേരുന്നതാണ്. ആയുരാരോഗ്യ സൗഖ്യം. വേറൊന്നും പറയാനില്ല. താങ്ക് യു. ചേച്ചി MG സർ, ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു അഞ്ജലി. സാറ് അന്നും ഇന്നും അതേപോലെ, അതേ ചെറുപ്പം, ആ മുഖത്ത് ഇപ്പോഴും ആ ഒരു ചിരിയും ആ ഒരു നെറ്റിയിൽ ആ പൊട്ടും ഒക്കെ കാണുമ്പോൾ ശരിക്കും ഒരു പോസിറ്റീവ് എനർജിയാണ് സാർ. ശരിക്കും സാറിനോടൊപ്പം ഇവിടെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്കും വളരെ വളരെ അധികം സന്തോഷമാണ്. വിഷസ് ആണ് സാർ ഈ ഒരു അവസരത്തിൽ നേരാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സാറിന് ഒരുപാട് നല്ല പാട്ടുകൾ കിട്ടട്ടെ, ആ ശബ്ദത്തിൽ നിറയെ പാട്ടുകൾ ഞങ്ങൾക്ക് ഇനിയും കേൾക്കാനാവട്ടെ എന്ന്. അതെ 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 സാർ, അതെ തീർച്ചയായിട്ടും. ഒരുപാട് സന്തോഷം സാർ. ഹാപ്പി ബർത്ത്ഡേ വൺസ് അഗൈൻ. താങ്ക് യു ചേച്ചി. ഷാനിക്ക ചേട്ടാ, നമ്മള് ഈ അടുത്ത് കൂടെ നമ്മൾ കൂടി ബബ്ബയിൽ അഴിഞ്ഞാട്ടം എന്ന് പറഞ്ഞ പാട്ട് ചേട്ടൻ പാടി. ആദ്യമായിട്ട് പാടിയത് മിന്നൽ മുരളിയില് ഷാന്റെ വീട്ടിൽ പോയാ പാടിയത്. അതെ, അവിടുന്ന് പാടി. അപ്പൊ അങ്ങനെ ഒരു വലിയൊരു ഭാഗ്യം, വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് കാണുന്നു ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ. ഇത്രയും ലെജൻഡറി സിംഗറിന്റെ കൂടെ വർക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ അത് ഭയങ്കര വലിയൊരു ബ്ലെസ്സിങ് ആണ് ചേട്ടാ. പിന്നെ ഇത്രയും കാലം ഈ ഫീൽഡിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കാന്ന് പറയുന്നത് അതൊരു ചെറിയ കാര്യമല്ല ചേട്ടാ. അതൊരു വൻ സംഭവമാണ്. നമ്മുടെ കേരളത്തിന്റെ തന്നെ ഒരു ബ്ലെസ്സിങ് ആയിട്ടാണ്
ഞാൻ കാണുന്നത്, എപ്പോഴും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. ചേട്ടാ പിന്നെ ചേട്ടൻ്റെ ചിരി അത് ഈ അടുത്ത് വരെ ഞാനൊരു പടത്തിൻ്റെ പ്രൊമോഷന് പോയ സമയത്ത്, പിന്നെ അതിരടി എന്ന് പറഞ്ഞ പടത്തിൻ്റെ പ്രൊമോഷൻ്റെ സമയത്ത് എന്നോട് ബേസിൽ എന്നോടൊരു ഇക്ക ഇത് കേട്ടായിരുന്നോ എന്നും പറഞ്ഞിട്ട് ചേട്ടൻ്റെ ചിരി 2x ഇട്ട് കഴിഞ്ഞാൽ അത് ബേസിലിൻ്റെ ചിരിയായി മാറുന്ന ഒരു സംഭവം അവൻ എനിക്ക് കേൾപ്പിച്ചു തന്നു. കാരണം ചേട്ടൻ്റെ എന്നുള്ള ചിരി 2x ആക്കി കഴിഞ്ഞാൽ നേരെ ബേസിലെ ചിരിയാണ്. കറക്റ്റ് ആണത്. അത് ഭയങ്കര അത്ഭുതം. അത് ബേസിൽ എനിക്ക് കേൾപ്പിച്ചു തന്നു. അപ്പം ഈ ചിരി എന്നും നിലനിൽക്കട്ടെ ചേട്ടാ. ഈ ചിരി, ഈ സന്തോഷം, അതുപോലെ ഒരുപാട് പാട്ടുകൾ ഓൾറെഡി നമുക്ക് സമ്മാനിച്ചു. ഇനി ഒരുപാട് നല്ല പാട്ടുകൾ നമുക്ക് സമ്മാനിക്കുക. ഗോഡ് ബ്ലെസ് യു ചേട്ടാ. ഹാപ്പി ബർത്ത്ഡേ. എല്ലാ നന്മകളും സംഭവിക്കട്ടെ. അതെ, യെസ്, താങ്ക് യു. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം പ്രത്യേകിച്ച് അമ്മയുടെ ചാനലിൽ അമൃത TV-യിൽ എനിക്ക് ഇത്തവണത്തെ എൻ്റെ ഈ ബർത്ത്ഡേ കൊണ്ടാടാൻ പറ്റിയതിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നു. ദൈവത്തിന് നന്ദി. താങ്ക് യു സോ മച്ച്. നമുക്കാണ് സന്തോഷം സാറിന്റെ ബർത്ത്ഡേ നമുക്ക് സാറിന്റെ കൂടെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയതില്. സാറിന് ഞങ്ങൾ 3 പേരും ഒരു ചെറിയ ചെലവ് തരുന്നു. ബർത്ത്ഡേ ഗിഫ്റ്റ്. യെസ്. മൗനം വാങ്ങൂ ജന്മങ്ങൾ നൽകൂ ദൂതും പേരി നീങ്ങും മേഘം മഞ്ഞിൻ മേഘം ഏതോ കാര്യം ഹംസങ്ങൾ പാടുന്ന ഗീതം ഇനിയും അരുളി പൊന്നീളെ എന്നുള്ളിൽ മൗനം വാങ്ങും ജന്മങ്ങൾ ഉരുകും നിൻ നാദം നൽകൂ. താങ്ക് യു. ഇത് അടുത്തൊരു സർപ്രൈസ് ആയി. എങ്ങനെയുണ്ട് ഞങ്ങളുടെ സർപ്രൈസ്? ഒരു രക്ഷയില്ല. ഇന്ന് കാലത്ത് പറഞ്ഞു ഗുരുവായൂർ പോവാന്ന് പറഞ്ഞു. ഇതാ ഗുരുവായൂര്. അണ്ണനാ കൃഷ്ണൻ. ചേച്ചി, വെൽക്കം ടു സൂപ്പർ സ്റ്റാർ സീനിയർ. Thank you so much. അണ്ണീസേ വണക്കം. Thank you. ഹലോ മാം. അയ്യോ, ഞാനില്ലാതെ എന്താ ബർത്ത്ഡേ? അതാണ് ഞങ്ങൾ സമ്മതിക്കും. ഞാനില്ലാതെ എന്താ ആഘോഷം. കഴിഞ്ഞ 39 വർഷമായിട്ട് ബർത്ത്ഡേ കൂടുന്നതല്ലേ? അതെ അതെ. അപ്പൊ ഞാനും കൂടെ വേണ്ടേ? പിന്നെ താങ്ക് യു സോ മച്ച്. എന്തായാലും ചേച്ചി, ഞങ്ങൾക്ക് അറിയുന്ന ഒരു MG സാർ ഉണ്ട്. പക്ഷെ എത്ര 39 ഇയേഴ്സ് അല്ലേ? 39 വർഷം. 39 വർഷമായിട്ട് MG സാറിനെ നന്നായിട്ട് അറിയുന്ന ഒരാളാണ് ചേച്ചി. പറയ്, എന്താണ് MG സാറിന്റെ ഇഷ്ടങ്ങൾ? ഇതൊക്കെ ഞങ്ങളോടൊന്ന് പറ. എങ്ങനെയാണ് MG സാർ? എന്താണ് MG സാർ? ഏറ്റവും വലിയ ഇഷ്ടം ഞാൻ കൂടെ ഇരിക്കുന്നതാ. എന്താ പറഞ്ഞ, വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ നോക്കും, എല്ലാ കാര്യങ്ങളും നോക്കും, സഹായിക്കും. കുക്കിംഗ് ഒന്നുമല്ല, അല്ലാത്ത കാര്യങ്ങളൊക്കെ സഹായിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടമുണ്ട് എന്താണെന്നറിയോ? അസലായിട്ട് പാചകം ചെയ്യും. അത് സാറിന് ഏറ്റവും ഇഷ്ടമുള്ള വിഭവം ഏതാണ്? എന്ത് വെച്ചാലും നന്നായി. രുചിയുള്ളത് എന്തും. അത് വേണമെങ്കിൽ ഒരു ദിവസം വീട്ടിൽ വരിക, തീർച്ചയായും അനുഭവിച്ചറിയുക. അതേ പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് കേക്ക് കട്ട് ചെയ്യണ്ടേ? പിന്നെ എല്ലാരും വാ. തുടരു മനസ്സ്